ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോ വിശേഷങ്ങളിലേക്ക് ഹർദ്ദമായ സ്വാഗതം. 6 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന മനോഹരമായ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായി ഈ പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്ന 6 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റിയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ ഞാൻ സൂചിപ്പിച്ച എറണാകുളം ജില്ലയിലാണ്. കാക്കനാട് തെങ്ങോട് എന്ന സ്ഥലത്താണ് വീട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് വാക്ക് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വീട് വരുന്നത്. മനോഹരമായ ലൊക്കേഷൻ 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ വിശാലമേറിയ മുറ്റം കോവൽ സ്റ്റോണെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ 3 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് വീടിൻ്റെ മുൻവശം ഒരുക്കിയിരിക്കുന്നത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ്, 2 ഓപ്പൺ കാർ പാർക്കിംഗ് ലഭിക്കുന്നുണ്ട്. പ്ലാന്റുകളെല്ലാം ചുറ്റും നൽകി മനോഹരമാക്കിയിരിക്കുന്നു. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ കിണർ ഇവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 2.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. എടപ്പള്ളി ലുലു മാളിലേക്കാണെങ്കിൽ 6 കിലോമീറ്റർ ദൂരവും, കാക്കനാട് കളക്ട്രേറ്റിലേക്ക് 4 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മെയിൻ ഡോർ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിംഗ് സ്പേസ് ആണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ലിവിംഗ് സ്പേസ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ്. ധാരാളം ലൈറ്റുകളെല്ലാം നൽകി ധാരാളം ഓപ്പൺ സ്പേസ് എല്ലാം നൽകി മനോഹരമാക്കിയ ഒരു ഏരിയയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകിയിട്ടുണ്ട്. ഷാൻലിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം ഡിസൈൻ ചെയ്ത് മനോഹരമാക്കിയ ഏരിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോയാൽ മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഓപ്പൺ ചെയ്ത് തന്നെയാണ് ടഫൻ ഗ്ലാസ് യൂസ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. മാത്രമല്ല ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡ് വശത്തായി ഒരു കോർട്ട്യാർഡെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു ഏരിയയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലോറിൽ മൊറോക്കൻ ടൈലുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായ ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ക്രോക്കറി ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൗണ്ടറിൽ നൽകിയിരിക്കുന്നു. ഒരു ഐലൻഡ് കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയെല്ലാം വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം വർക്ക് ഏരിയയ്ക്കുള്ളതാണ്. വേണമെങ്കിൽ ഔട്ട്സൈഡായി വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ജാഗോറിൻ്റെ സാനിറ്ററി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂം ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയും കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 10-14 എന്ന അളവിലാണ് വരുന്നത്. ബാത്റൂം ആണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡ് ചെയ്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കൺസീൽഡ് ആയിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റെയർകേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.
സ്റ്റെയർകേസ് നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന മനോഹരമായ ഈ ഏരിയ. ഡബിൾ ഹൈറ്റിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഷാൻലിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നല്ല സ്പേഷ്യസ് ആയ ഒരു ഏരിയ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഹാൻഡ് റെയിലിനായി GS സ്ക്വയർ ട്യൂബാണ് വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെയും ഓപ്പൺ ചെയ്ത് തന്നെയാണ് ഒരു വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. ഇതിന് പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസും വലിയൊരു ബാൽക്കണിയും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് വീട് വരുന്നത്. 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ അവൈലബിൾ ആണ്. ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയി നിർമ്മിച്ച ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. മൊറോക്കൻ ടൈലുകളാണ് ഇവിടെ പാവിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ. ഇവിടെയും മൊറോക്കൻ ടൈലുകളെല്ലാം ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 1,85,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ നന്ദി, നമസ്കാരം.